I could never feel that way about കന്നി. നിഷ സൂസൻ. നിഷ സൂസൻ കന്നി ഒരു വിരുന്നുപോലെ തോന്നിക്കുന്ന ഒരു ഉപവാസ ഭക്ഷണമാണെന്ന് കണ്ടെത്തുന്നു. ഈ കൃതി 2019 കോണ്ടേ നാസ്റ്റ് എക്സലൻസ് അവാർഡ് ഫോർ ഫുഡ് റൈറ്റിംഗിനായി ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടു. ദി ലേഡീസ് ഫിംഗറിന്റെ സ്ഥാപക എഡിറ്ററും ഗ്രിസ്റ്റ് മീഡിയയുടെ പാർട്ട്ണറുമാണ് നിഷ സൂസൻ. ഐ കുഡ് നെവർ ഫീൽ ദാറ്റ് വേ അബൌട്ട് കന്നി എന്ന നിഷ സൂസന്റെ എസ്സേയിൽ ഉപവാസവുമായി പലപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ലളിതമായ അരിയുടെ കന്നിയുമായി തനിക്കുള്ള സാംസ്കാരിക പ്രാധാന്യത്തെയും വ്യക്തിപരമായ ബന്ധത്തെയും ഓഥർ പ്രതിഫലിപ്പിക്കുന്നു. ഭാഷയിലെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട അപമാനങ്ങളുടെ ഉപയോഗം, പ്രത്യേകിച്ച് ആസ് നട്ടി ആസ് എ ഫ്രൂട്ട് കേക്ക് എന്ന വാക്യവും കന്നി എന്ന മലയാള പ്രയോഗവും പിശുക്കൻ അല്ലെങ്കിൽ ഭാവനയില്ലാത്ത ഒരാളെ വിശേഷിപ്പിക്കാൻ അപമാനമായി ഉപയോഗിക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ടാണ് അവർ ആരംഭിക്കുന്നത്. ഫ്രൂട്ട് കേക്ക്, ചോപ്ഡ് ലിവർ തുടങ്ങിയ ഭക്ഷണങ്ങളോടും പ്രത്യേകിച്ച് കന്നിയോടുമുള്ള നെഗറ്റീവ് ബന്ധങ്ങൾ തന്നെ അമ്പരപ്പിച്ചതായി സൂസൻ സമ്മതിക്കുന്നു. കന്നിയുമായി ബന്ധപ്പെട്ട അവരുടെ സ്വന്തം അനുഭവങ്ങൾ വ്യക്തിപരമായ ഓർമ്മകളാൽ സമ്പന്നമാണ്, പ്രത്യേകിച്ച് അവരുടെ മുത്തശ്ശനുമായി ബന്ധപ്പെട്ടവ. പ്രത്യേകിച്ചൊന്നും പരിഗണിക്കാതെ പരിചിതവും ആശ്വാസകരവുമായ ഒരു ഭക്ഷണമായി അദ്ദേഹം പലപ്പോഴും കന്നി കഴിച്ചിരുന്നതെങ്ങനെയെന്ന് അവർ ഓർക്കുന്നു. വിഭവത്തോടുള്ള അദ്ദേഹത്തിന്റെ നിസ്സാരമായ സമീപനം, പ്ലേറ്റിൽ നിന്ന് നേരിട്ട് അത് തട്ടിമാറ്റുന്നത് പോലും അപമാനത്തിൽ നിന്ന് സൂചിപ്പിക്കുന്നത് പോലെ കന്നി കുറവിന്റെയോ സങ്കുചിതത്വത്തിന്റെയോ പ്രതീകമാകാമെന്ന ആശയത്തിന് വിരുദ്ധമാണ്. തുടർന്ന് സൂസൻ തന്റെ മുത്തച്ഛന്റെ കന്നിയുമായി ബന്ധപ്പെട്ട ഒരു നർമ്മകഥ പങ്കുവെക്കുന്നു. അത് വിഭവത്തോടുള്ള ആഴമായ വെറുപ്പിനേക്കാൾ ആവർത്തിച്ചുള്ള ഭക്ഷണത്തോടുള്ള അതൃപ്തിയെ പ്രതിഫലിപ്പിക്കുന്നു. ഭക്ഷണത്തിലെ വൈവിധ്യം വിലമതിക്കപ്പെടുന്നു എന്ന വസ്തുത കുടുംബത്തെ സൂക്ഷ്മമായി അറിയിക്കുകയും ചെയ്തു. 2 വ്യത്യസ്ത സന്ദർഭങ്ങളിൽ കന്നിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ എസ്സേ മാറുന്നു. ആദ്യത്തേത് പഴങ്കന്നി അഥവാ കേരളത്തിലെ തന്റെ ബന്ധുക്കളെ സന്ദർശിക്കുമ്പോൾ സൂസൻ ആസ്വദിച്ച പഴയ കന്നിയാണ്. കന്നിയുടെ ഈ പതിപ്പ് രാത്രി മുഴുവൻ വെള്ളത്തിൽ കുതിർത്ത ബാക്കിയായ അരിയിൽ നിന്നാണ് നിർമ്മിച്ചത്. പിറ്റേന്ന് തണുപ്പിച്ച ശേഷം പലപ്പോഴും മത്സ്യം, മോര്, അച്ചാറുകൾ അല്ലെങ്കിൽ ഒരു മുളക് എന്നിവ ചേർത്ത് കഴിച്ചു. ഗോസിപ്പുകൾ നടത്തുന്നതിനിടയിൽ അടുക്കള തറയിൽ കഴിക്കുന്ന ഈ ഭക്ഷണത്തിന്റെ വിശ്രമവും അനൗപചാരികവുമായ സ്വഭാവം കന്നി ഒരു ആർഭാടവുമില്ലാതെ എങ്ങനെ ലളിതവും പൊതുവുമായ ഒരു അനുഭവമാകുമെന്ന് എടുത്തു കാണിച്ചു. രണ്ടാമത്തെ സന്ദർഭം സൂസൻ വിശകലനം ചെയ്യുന്നത് തന്റെ കുടുംബത്തിന്റെ ദുഃഖവെള്ളി പാരമ്പര്യത്തിൽ കന്നിയുടെ പങ്കിനെക്കുറിച്ചാണ്. സാധാരണയായി ഈ ഭക്ഷണം ഉപവാസവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും സൂസൻ അതിനെ ഒരു വിരുന്നു പോലെ തോന്നിക്കുന്ന ഒരു ഉപവാസ ഭക്ഷണം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ദുഃഖവെള്ളിയാഴ്ച വലിയ തളികയിലാണ് കന്നി വിളമ്പിയത്. അതിൽ പപ്പടം, നെയ്യ്, അച്ചാർ, രുചികരമായ മോര്, തേങ്ങാ ചമ്മന്തി, നന്നായി പൊടിച്ച ചട്നി എന്നിവ ഉണ്ടായിരുന്നു. കന്നിയുടെ ഈ പ്രത്യേക പതിപ്പ് അതിന്റെ സാധാരണ ലളിതമായ രൂപത്തേക്കാൾ കൂടുതൽ വിശാലവും ആഹ്ലാദകരവുമായ ഒരു ഭക്ഷണമായിരുന്നു. നോമ്പ് കാല ആചാരങ്ങളുമായി ബന്ധം നിലനിർത്തിക്കൊണ്ട് നോമ്പ് തുറക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ഉപവാസത്തിന്റെ മതപരമായ അന്തർധാരകൾ ഉണ്ടായിരുന്നിട്ടും സൂസൻ ഭക്ഷണത്തിന്റെ ആഹ്ലാദത്തിന് പ്രാധാന്യം നൽകുന്നു. അത് കുടുംബത്തെ ഒരു ഉത്സവ അന്തരീക്ഷത്തിലേക്ക് എങ്ങനെ കൊണ്ടുവന്നുവെന്ന് ഓർമ്മിപ്പിക്കുന്നു. അവിടെ ഭക്ഷണം തന്നെ ദാരിദ്ര്യത്തിന് പകരം സന്തോഷത്തിന്റെയും ആഘോഷത്തിന്റെയും ഒരു രൂപമായി മാറി. ഉപവാസ ഭക്ഷണങ്ങൾ സ്വാഭാവികമായി ലളിതമോ കഠിനമോ ആണെന്ന പരമ്പരാഗത ആശയത്തെ സൂസന്റെ എസ്സേ ആത്യന്തികമായി വെല്ലുവിളിക്കുന്നു. തന്റെ വ്യക്തിപരമായ അനുഭവങ്ങളിലൂടെയും കുടുംബത്തിൽ കന്നി ആസ്വദിച്ച രീതിയിലൂടെയും ഉപവാസത്തിന്റെ പശ്ചാത്തലത്തിൽ പോലും ഭക്ഷണം എങ്ങനെ ബന്ധത്തിനും ആശ്വാസത്തിനും സൂക്ഷ്മമായ ആഡംബരത്തിനും ഒരു മാർഗമാകുമെന്ന് അവർ തെളിയിക്കുന്നു. കന്നിയുടെ കർക്കശമായ പ്രശസ്തിയെ ആനന്ദത്തിന്റെയും കുടുംബ ബന്ധത്തിന്റെയും കൃതജ്ഞതയുടെയും ഉറവിടമെന്ന നിലയിൽ അവരുടെ ജീവിതത്തിൽ
അതിന്റെ യഥാർത്ഥ പങ്കുമായി അവർ താരതമ്യം ചെയ്യുന്നു. സാംസ്കാരിക ആചാരങ്ങൾ, വ്യക്തിഗത ഐഡന്റിറ്റികൾ, കുടുംബ ബന്ധങ്ങൾ എന്നിവ രൂപപ്പെടുത്തുന്നതിൽ ഭക്ഷണത്തിന്റെ ബഹുമുഖ സ്വഭാവത്തെ അവരുടെ ചിന്തകൾ എടുത്തു കാണിക്കുന്നു. സമാപനത്തിൽ ഒരു വേനൽക്കാല പ്രഭാതത്തിൽ ചെറിയ പഴങ്കഞ്ഞി അനുഭവിക്കാൻ സൂസൻ വായനക്കാരനെ ക്ഷണിക്കുന്നു. അത്തരം ചെറിയ ആനന്ദങ്ങൾ ആഴത്തിലുള്ള കൃതജ്ഞതയ്ക്ക് പ്രചോദനമാകുമെന്ന് ഊന്നിപ്പറയുന്നു.